വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ യുവാവിനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. കുഴൽമന്നത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനെതിരെയാണ് ചിതലി സ്വദേശിയായ യുവാവ് പോലീസിൽ പരാതി നൽകിയത്. കൈക്കും കാലിനും പരിക്കേറ്റ പ്രമോദ് കുഴൽമന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. ചിതലി പഴയകളം സ്വദേശിയായ 45-കാരൻ പ്രമോദ് തന്റെ സുഹൃത്തിന്റെ പിതാവിന്റെ ചികിത്സയ്ക്കായാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 25,000 രൂപ വായ്പയെടുത്തത്. തന്റെ ബൈക്കിന്റെ രേഖകൾ പണയപ്പെടുത്തിയാണ് വായ്പയെടുത്ത് സുഹൃത്തിന് നൽകിയത്. വായ്പ തിരിച്ചടച്ചിരുന്നത് സുഹൃത്താണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇയാൾ ജീവനൊടുക്കിയതോടെയാണ് പ്രമോദ് തിരിച്ചടവ് തുടർന്നത്. എന്നാൽ സാമ്പത്തികമായി പ്രയാസം നേരിട്ട ഘട്ടത്തിൽ തിരിച്ചടവ് മുടങ്ങിയതോടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പണമിടപാട് സ്ഥാപന ഉടമയും ജീവനക്കാരും പ്രമോദിന്റെ വാഹനം പിടിച്ചെടുക്കാൻ വീട്ടിലെത്തി. ഇത് തടയാൻ ശ്രമിച്ച തന്നെ സ്ഥാപന ഉടമ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായാണ് പ്രമോദിന്റെ പരാതി. കാറിന്റെ ബോണറ്റിൽ പിടിമുറുക്കിയ തന്നെയും കൊണ്ട് കാർ 300 മീറ്റർ ഓടിച്ചു പോയതായും കാറിന്റെ വേഗത കുറഞ്ഞ ഭാഗത്ത് വെച്ച താൻ സമീപത്തേക്ക് എടുത്തു ചാടിയാണ് രക്ഷപ്പെട്ടതെന്നും പ്രമോദ് പറയുന്നു. എൻ്റെ ഭാര്യയും മക്കളും ഉള്ള സമയത്ത് രാത്രി വന്ന് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും അവിടെ നിന്ന് എൻ്റെ ഭാര്യനെ തെറി പറയുകയും ചെയ്യുകയായിരുന്നു. 4 പേരടങ്ങുന്ന സംഘമാണ് ഒരു കാറും 2 ബൈക്കിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെട്ടാനും കുത്താനും അതിനെ കണ്ണി കണ്ട വീട്ടിൽ അനാവശ്യം പറയുകയും എല്ലാം ചെയ്തു. അവസാനം ഞാൻ 7 മണിക്ക് വീടെത്തുമ്പോൾ വണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ തടുക്കുമ്പോൾ എന്നെ കാറിടിച്ച് തെറിപ്പിച്ച് കാറിൻ്റെ മുകളിൽ ഞാൻ പെട്ട് 300 മീറ്റർ വരെ എന്നെ മുകളിലിട്ട് വണ്ടി വലിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്നിട്ട് കാറ് ഒരു കയറ്റത്ത് സ്ലോ ആയപ്പോൾ ഞാൻ എടുത്ത് ചാടുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മരണപ്പെടുന്നുണ്ടാവും. ഈ സൺഫൈനാൻസ് ചെയ്ത പണിയാണ് ഇത്. ഇപ്പോൾ എൻ്റെ കൈക്ക് പരിക്കുണ്ട്, കാല് വേദനയും. വീട്ടിലെത്തിയ പണമിടപാടുകാർ അസഭ്യം പറഞ്ഞതായി പ്രമോദിന്റെ ഭാര്യ അനതിയും പറയുന്നു. വണ്ടി എടുത്തിട്ട് പോകണം, പ്രമോദ് എവിടെയാണ് ചോദിച്ചു. അപ്പം ഞങ്ങൾ പുറത്ത് പോയിരിക്കണം, ഇവിടെ ഇല്ല, പണി വന്നിട്ട് എടുത്തിട്ട് വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല, വണ്ടി ഞങ്ങളുടെയാണ്, നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കേസ് കൊടുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കുറേ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, ആൾ വന്നിട്ട് മാത്രം വണ്ടി കൊണ്ടുപോകുന്നില്ല. എനിക്ക് ആൾ വന്നു, അപ്പോൾ വണ്ടി കൊണ്ടുപോകണ്ടാവുന്നു. പിന്നെ ആളും അവരും കൂടെ വഴക്കായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഞങ്ങളെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനാവശ്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു ആളിനെ ഒരുപാട് മർദ്ദിച്ചതൊക്കെ. കൈക്കും കാലിനും പരിക്കുകളോടെ കുഴൽമന്നം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് പ്രമോദ്. സംഭവത്തിൽ കുഴൽമന്നം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.